ഹലോ എവരിവൺ, വെൽക്കം ടു കരിയർ മേക്കർ. നമ്മൾ SBI ക്ലർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ലെവലിലുള്ള അരിത്തമെറ്റിക്കിൻ്റെ ക്വസ്റ്റൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ മൂന്നാമത്തെ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റൻ അതോട്ട് പോകാം. ക്വസ്റ്റൻ എല്ലാവരും പെട്ടെന്ന് വായിച്ചു നോക്കുക. റേഷ്യോ ഓഫ് ബേസ് ആൻഡ് പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് 3:4. നമ്മുടെ കയ്യിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസും പെർപെൻഡിക്കുലർ സൈഡ് നമ്മളുള്ള റേഷ്യോ 3:4 ആണ്. ഇത് 3ഉം 4 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും, കാരണം ഇത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് അല്ലേ. ഇനി ഇറ്റ്സ് ബേസ് ഇസ് ഈക്വൽ ടു സൈഡ് ഓഫ് എ സ്ക്വയർ ഹാവിങ് ഏരിയ 81 cm². അപ്പോൾ ഇതിൻ്റെ ബേസ് വേറൊരു സ്ക്വയറിൻ്റെ സൈഡിന് ഈക്വലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ക്വയറിൻ്റെ ഏരിയ 81 cm² ആണെങ്കിൽ ആ സ്ക്വയറിൻ്റെ സൈഡ് 9 ആയിരിക്കണ്ടേ. ആ സ്ക്വയറിൻ്റെ സൈഡ് 9 ആണെങ്കിൽ ഈ 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 3 9 ആണെങ്കിൽ 4 എത്രയായിരിക്കും? 12 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 15 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആവേണ്ടത്. എന്ത് ചെയ്താൽ മതി? സൈഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 27 3 30 കിട്ടും ആൻസർ. ഓക്കെ, സോറി, 27 3 അല്ല, 27 9 36 കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ അതോട്ട് പോവാം. റേഷ്യോ സൈഡ് ഓഫ് സ്ക്വയർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് x+3 and x. Okay, a student got 65% mark out of maximum mark which is 300 in 3 different exams. ഓക്കെ, അതായത് 300 മാക്സിമം മാർക്കുള്ള 3 എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് 65% ആണ്. അതായത് ഔട്ട് ഓഫ് 300 + 300 + 300 900 കിട്ടിയ പെർസെൻറ്റേജ് 65% ആണ്. ഇഫ് ഹി ഗോട്ട് 55% in P, 65% in Q, then maximum mark of each subject is the same. Find the marks in R. 3 എക്സാം ഉണ്ട് PQR. 3ൻ്റെ മാക്സിമം മാർക്ക് സെയിം ആണ്. എത്രയാണ്? 300. ആദ്യത്തേന്ന് കിട്ടിയത് 55%, രണ്ടാമത്തേന്ന് കിട്ടിയത് 65% ആണ്. മൂന്നാമത്തേന്ന് കിട്ടിയത് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഓവറോൾ കിട്ടിയത് എത്രയാണ്? 65% അല്ലേ. അപ്പോൾ നോക്കി, 3 എക്സാമിൻ്റെയും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇതറിയത്തില്ല. 3 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള പേഴ്സൺ ഇതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി ഈ കിടക്കുന്നത് 3 എക്സാമിൻ്റെയും പെർസെൻറ്റേജിൻ്റെ ആവറേജ് ആയിരിക്കത്തില്ലേ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് 55, ഇത് 65. അങ്ങനെയാണെങ്കിൽ ഇത് 75 ആയിരിക്കണ്ടേ. എന്നാലല്ലേ ആവറേജ് എടുക്കുമ്പോൾ 65 വരത്തുള്ളൂ. ഓക്കെ ആണോ? ഒരു AP മിഡിൽ ടൈം എപ്പോഴും, AP ആവറേജ് എപ്പോഴും മിഡിൽ ടൈം ആയിരിക്കത്തില്ലേ. അപ്പോൾ ഏകദേശം അതുപോലല്ലേ ഈ നമ്പേഴ്സ് കിടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? ഫൈൻഡ് ദ മാർക്സ് ഇൻ R. എത്രയായിരിക്കും? 75% ആയിരിക്കും ആറിൽ കിട്ടിയ മാർക്ക്. ഈ മാർക്ക് ഇവരിപ്പോൾ പെർസെൻറ്റേജ് എഴുതിയിട്ടില്ല, മാർക്ക് കാൽക്കുലേറ്റ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ എന്ത് ചെയ്യണം? 300ൻ്റെ 3/4 കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ 9 × 25, അതായത് 180 45 225 മാർക്ക് എന്ന് കിട്ടും. മാർക്കാണ് ചോദിച്ചതെങ്കിൽ. ഓക്കെ ആണോ? അപ്പോൾ ഇവർ പെർസെൻറ്റേജ് തന്നെയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ മാർക്സ് ഇൻ ആർ ഇൻ പെർസെൻറ്റേജ്. എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാവേ. ഓക്കെ, ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചു നോക്കുക എല്ലാവരും. An article is marked up by X and the cost price of the article is 28,000. If discount of R as x/2 is given and he gives a profit of 12.5%, then find x/2. അതായത് ഒരാൾ അയാളുടെ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ എക്സും കൂടെ ആഡ് ചെയ്ത് മാർക്ക് പ്രൈസ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് x/2 ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് ഒരു x/2 കുറച്ചു, അങ്ങനെയാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ x/2 ആഡ് ചെയ്തതുപോലെ ആയില്ലേ. എക്സ് കൂട്ടി x/2 കുറയ്ക്കുമ്പോൾ അവിടെ നിന്ന് x/2 ആഡ് ചെയ്തതുപോലെ ആവത്തില്ലേ. ഹി ഗെറ്റ്സ് എ പ്രോഫിറ്റ് ഓഫ് 12.5%. അയാൾക്ക് 12.5% പ്രോഫിറ്റ് കിട്ടിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x/2 കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കി, കോസ്റ്റ് പ്രൈസ് ഓൾറെഡി ഗിവൺ ആണ്. എത്രയാണ്? 28,000. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 12.5% അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ കിട്ടിയ പ്രോഫിറ്റ് കോസ്റ്റ് പ്രൈസിൻ്റെ 12.5% ആയിരിക്കും എന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പാടില്ലേ. എത്രയാണ് പ്രോഫിറ്റ്? മുടക്കിയത് 28,000 ആണ്. അതിൻ്റെ 12.5%. 12.5% പറഞ്ഞാൽ 1/8 അല്ലേ. 28,000 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 × 24 പിന്നെ 5 3500 എന്ന് വരത്തില്ലേ. ഓക്കെ ആണോ? അയാളുടെ പ്രോഫിറ്റ് 3500 രൂപയാണ്. ഇനി നോക്കി, അയാളുടെ പ്രോഫിറ്റ് ശരിക്കും x/2 എന്ന് പറയുന്ന എമൗണ്ട് ആയിരിക്കത്തില്ലേ. കാരണം കോസ്റ്റ് പ്രൈസിനേക്കാൾ x/2 മേളിലല്ലേ സെല്ലിംഗ് പ്രൈസ് എടുക്കുന്നത്. അപ്പോൾ x/2 എന്ന് പറയുന്ന സാധനമാണ് പ്രോഫിറ്റ്. അത് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന
3500. ക്ലിയർ ആണോ? അതാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ദ റേഷ്യോ ഓഫ് സ്പീഡ്സ് ഓഫ് എ ട്രെയിൻ ആൻഡ് എ മാൻ ഇസ് 6:1 റെസ്പെക്റ്റീവ്ലി. ഒരാളുണ്ട്, ഒരു ട്രെയിനുണ്ട്. ട്രെയിൻ ഇസ് ടു ആൾ, സ്പീഡിൻ്റെ റേഷ്യോ 6:1 ആണ്. ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈസ് 780 മീറ്റർ ആൻഡ് ക്രോസസ് എ പോൾ ഇൻ 1 minute 5 seconds. ഓക്കെ, ട്രെയിനിൻ്റെ ലെങ്ത്ത് 780 മീറ്റർ ആണ്. ഒരു ട്രെയിൻ ഒരു പോൾ ക്രോസ് ചെയ്യുന്നത് 1 minute 5 seconds അല്ലെങ്കിൽ 65 സെക്കൻഡ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ 250 മീറ്റർ ലെങ്ത്തുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇതാണ് ട്രെയിൻ എന്ന് വിചാരിക്കുക, ഇതാണ് പോൾ എന്ന് വിചാരിക്കുക. ഈ ട്രെയിനിന് ഒരു പോൾ ക്രോസ് ചെയ്ത് അപ്പുറം എത്തണമെങ്കിൽ ട്രെയിനിൻ്റെ എൻജിൻ മാത്രം അപ്പുറം എത്തിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. ട്രെയിനിൻ്റെ ലെങ്ത്ത് അത്രയും കൂടെ ഫ്രണ്ടിലോട്ട് ട്രാവൽ ചെയ്താലല്ലേ ക്രോസിങ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നോക്കി, ട്രെയിനിൻ്റെ ലെങ്ത്ത് കവർ ചെയ്താലേ ഒരു പോൾ ക്രോസ് ആവത്തുള്ളൂ. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്ത് 780 മീറ്റർ ആണ്. ആ 780 മീറ്റർ എൻജിൻ ഫ്രണ്ടിലോട്ട് പോകാൻ എടുത്ത സമയമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ 65 സെക്കൻഡ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? 750 മീറ്ററിനെ 65 സെക്കൻഡ്സ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ? 65 സെക്കൻഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ ആണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആൾ 250 മീറ്റർ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതല്ലേ ചോദിച്ചിരിക്കുന്നത്. ട്രെയിനിൻ്റെ സ്പീഡ് കയ്യിലുണ്ട്. ട്രെയിനിൻ്റെ സ്പീഡ് എത്ര പാട്ടാണ്? 6 പാട്ടല്ലേ? ഒരു പാട്ടല്ലേ ആളുടെ സ്പീഡ്? അങ്ങനെയാണെങ്കിൽ മാൻ്റെ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മാൻ്റെ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടിയതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ? ഇത് മാൻ്റെ സ്പീഡാണ്. ഇനി ഈ ആൾ 250 മീറ്റർ ലെങ്ത്തുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതല്ലേ ചോദിച്ചിരിക്കുന്നത്. ആൾക്ക് 250 മീറ്റർ ലെങ്ത്തുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യണമെങ്കിൽ 250 മീറ്റർ അതിനെ കൂടിയാൽ പോരെ? ക്ലിയർ ആണോ? ഇതങ്ങ് സോൾവ് ചെയ്ത ആൻസറായി. ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് സ്പീഡാണ്. ഓക്കെ, നമുക്ക് പറ്റുന്ന പോലെ വെട്ടിക്കളയാം. 13 × 6 ആണ് 78, 13 × 5 ആണ് 65. ഓക്കെ, ഈ 6 ഇവിടെ വെട്ടിപ്പോവും, ഈ 5 മേളിൽ 2 തവണ വെട്ടും. 250/2 = 120 സെക്കൻഡ്സ് കിട്ടും ആൻസർ. ഓക്കെ, 240 ഡിവൈഡഡ് ബൈ 780 ബൈ 65 × 6. ഈ ടൈം അതുപോലെ തന്നെ മേളിൽ പോകുന്നു വിചാരിച്ചാലും മതി, വെട്ടി സോൾവ് ചെയ്യുക, സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. ഓക്കെ, 13 × 5 65, 13 × 6 78, 60. ഇതിവിടെ വെട്ടും, ഇതിവിടെ 2 കൂടെ വെട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. 120 നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ജസ്റ്റ് സ്പീഡ് അതുപോലെ ടൈം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്തതിനകത്തോട്ട് പോവാം. ക്വസ്റ്റൻ എല്ലാവരും പെട്ടെന്ന് വായിച്ചു നോക്കുക. ഇൻ എ വെസൽ വാട്ടർ ഇസ് 40% ഓഫ് ദ മിൽക്ക്. ഓക്കെ, മിക്സ്ചേഴ്സ് ആണ്. വെൻ 20 ലിറ്റർ ഓഫ് മിക്സ്ചർ ഇസ് ടേക്കൺ ഔട്ട് ആൻഡ് 10 ലിറ്റേഴ്സ് വാട്ടർ ഇസ് ആഡഡ്, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ബിക്കം 60% ഓഫ് ദ മിൽക്ക്. ഓൾറെഡി 40% ആണ് വാട്ടറിൻ്റെ അളവ്. വെസൽ വാട്ടർ ഇസ് 40% ഓഫ് ദ മിൽക്ക്. 40%ൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 2/5. അപ്പോൾ മിൽക്ക് 5 പാർട്ടാണെങ്കിൽ വാട്ടർ എത്രയായിരിക്കും? വാട്ടർ 2 പാർട്ടായിരിക്കും. ഇനി വെൻ 20 ലിറ്റർ ഓഫ് മിക്സ്ചർ ഇസ് ടേക്കൺ ഔട്ട്, ഇവിടെ നമ്മൾ 28 ലിറ്റർ മിക്സ്ചർ എടുക്കത്തില്ലേ? നമുക്കറിയാം, ഒരു വെസലിൽ നിന്ന് നമ്മൾ എത്ര ലിറ്റർ എടുത്താലും എത്ര ലിറ്റർ അതിനകത്തുണ്ടെങ്കിലും എല്ലായിടത്തും റേഷ്യോ സെയിം ആയിരിക്കത്തില്ലേ? 28 ലിറ്റർ മിക്സ്ചർ മാറ്റിയാലും റേഷ്യോ സെയിം ആയിരിക്കും. എത്രയായിരിക്കും റേഷ്യോ? 5:2 ആയിരിക്കും റേഷ്യോ വരിക. 20 ലിറ്റർ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 10 ലിറ്റർ വാട്ടർ തിരിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് വാട്ടറിനകത്ത് നമ്മളൊരു 10 ലിറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വാട്ടറിൽ മാത്രം നമ്മളൊരു 10 ലിറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ബിക്കം 60% ഓഫ് ദ മിൽക്ക്. 60% എന്ന് പറഞ്ഞാൽ 3/5 അല്ലേ? അപ്പോൾ മിൽക്ക് 5 പാർട്ടാണെങ്കിൽ വാട്ടർ എത്രയായിരിക്കും? മിൽക്ക് 5 പാർട്ടാണെങ്കിൽ വാട്ടർ 3 പാർട്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു സിറ്റുവേഷൻ നോക്കുക. ഈ സിറ്റുവേഷൻ കമ്പയർ ചെയ്ത് നോക്കുക. എവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ? വാട്ടറിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. എത്ര പാട്ട് വാട്ടറിൽ ആഡായിട്ടുണ്ട്? 1 പാട്ട്. ആ 1 പാട്ട് നമ്മളെ ആഡ് ചെയ്തേക്കുന്ന 10 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം എത്ര ലിറ്റർ ഉണ്ടാവും? നമുക്ക് കണ്ടുപിടിക്കുന്ന ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ദ മിൽക്ക് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എത്ര പാട്ട് സാധനം ഉണ്ടാവും? 7 പാട്ട് സാധനമില്ലേ? 1 പാട്ടാണ് 10 ലിറ്റർ. അപ്പോൾ 7 പാട്ട് എത്രയായിരിക്കും? 70 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ എത്ര ഉണ്ടായിരിക്കും ടോട്ടൽ?
പണ്ട് ഉണ്ടായിരുന്നത് നമ്മൾ 28 ലിറ്റർ മാറ്റി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ എത്ര ഉണ്ടായിരുന്നു ടോട്ടൽ? ഫസ്റ്റ് കേസിൽ ടോട്ടൽ അപ്പോൾ ഇതിനോട് 28 ആഡ് ചെയ്യണ്ടേ, അപ്പോൾ എത്ര കിട്ടും? 19 ലിറ്റർ എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ നേരത്തെ ഉള്ള ടോട്ടൽ അളവ് 98 ലിറ്റർ ആണ്. നമുക്ക് അവിടെ നിന്ന് മിൽക്കിൻ്റെ അളവാണ് വേണ്ടത്. മൊത്തം 7 പാർട്ടാണ് 98. അപ്പോൾ ഒരു പാർട്ട് 14 ആയിരിക്കത്തില്ലേ? ഒരു പാർട്ട് 14 ആണെങ്കിൽ മിൽക്ക് 5 പാർട്ടല്ലേ? 14 × 5 എത്രയാണ്? 70. 70 ലിറ്റേഴ്സാണ് ഇനീഷ്യലി ഉണ്ടായിരുന്ന മിൽക്കിൻ്റെ അളവ്. ക്ലിയർ ആണോ? ആദ്യം റിമൂവ് ചെയ്തു, റേഷ്യോ ചേഞ്ച് ആകത്തില്ല. 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു, റേഷ്യോ ചേഞ്ചായി. റേഷ്യോ വാട്ടറിൽ മാത്രമേ റേഷ്യോ ചേഞ്ച് ഉള്ളൂ. 1 പാർട്ട് 10 ലിറ്റർ ആയിരിക്കും, 7 പാർട്ട് 70 ലിറ്റർ. അങ്ങനെ നേരത്തെ 22 കൂടെ ആഡ് ചെയ്യണം, 98. 98 ഈ റേഷ്യോയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് മിൽക്കിൻ്റെ അളവ് കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റൻ എല്ലാവരും പെട്ടെന്ന് വായിച്ചു നോക്കുക. A man invested Rs 4,000 at the rate of R% per annum for 3 years on simple interest and he received Rs 1,800 as simple interest. ആദ്യം ഒരാൾ 4,000 രൂപ 6% റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും 3 വർഷത്തേക്ക്. അപ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് 1,800 രൂപ. ഓക്കെ, 1,800 ആണ് അയാൾ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇനി ഇയാൾ 5,000 രൂപ R-5 റേറ്റിൽ കോമ്പൗണ്ടേഴ്സിൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിനകത്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി P × N × R% കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നോക്കി നമുക്ക് 3 വർഷം കൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 1,800. അങ്ങനെ ഒരു വർഷം കൊണ്ട് എത്ര കിട്ടും? ഒരു വർഷം കൊണ്ട് നമുക്ക് 600 രൂപ കിട്ടത്തില്ലേ? അതായത് 600 രൂപ 4,000 രൂപ ഒരു വർഷത്തേക്ക് ഒരു റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 600 രൂപയാണ്. ഓക്കെ ആണ്. ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ NSI കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്ത്. N3 ആണ്, SI 1,800 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും 600 വരും. അപ്പോൾ 4,000-ൻ്റെ എത്രയാണോ ശതമാനമാണോ 600. എത്രയായിരിക്കും അത് ശതമാനം? 4,000-ൻ്റെ 10% 400, പിന്നെ 5% 200 അല്ലേ? 400 200 ആണെങ്കിൽ 600 വരുന്നത്. അപ്പോൾ റേറ്റ് എത്രയായിരിക്കും? 15% ആയിരിക്കത്തില്ലേ? ഈ റേറ്റൊക്കെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ആക്ച്വലി എഴുതരുത്, ഇത് നമ്മൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റേറ്റ് 15% ആണ്. നമ്മളിനി ചെയ്യുന്നത് 5,000 രൂപ R-5%. R 15% അല്ലേ? അപ്പോൾ R-5% എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ 5,000 രൂപ നമ്മൾ 10%-ലാണ് 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 5,000 രൂപ 10%-ൽ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതേ സിറ്റുവേഷൻ നേരത്തെ ചെയ്തായിരുന്നു അല്ലേ? 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിൻസിപ്പലിൻ്റെ നേരത്തെ 2 സക്സസീവ് ഇൻക്രീസ് വരുമ്പോൾ ഉള്ള നെറ്റ് റേറ്റ് എടുത്താൽ പോരെ. എങ്ങനെയാണ് നെറ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നത്? 10 + 10 + 10 × 10/100. 10 + 10 എത്രയാണ്? 20. 10 × 10/100 എത്രയാണ്? 1. അപ്പോൾ നമ്മൾ 5,000-ൻ്റെ 21% കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതായിരിക്കും ആൻസർ. 5 × 21 എത്ര? 105 അല്ലേ? പിന്നെ ഒരു 0 അല്ലേ മിച്ചം ഉണ്ടാവുള്ളൂ. 105 ഇതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാവേ. ക്വസ്റ്റൻ എല്ലാവരും പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. X years hence, ratio of age of A to that of B will be 7:5. X plus 4 years hence, the ratio of age of A to B will be 4:3. If present age of A is 26 years, then find the present age of B. Okay. X years കഴിയുമ്പോൾ ഉള്ള എയുടെയും ബിയുടെ ഏജിൻ്റെ റേഷ്യോ എത്രയാണ്? 7:5. X + 4 years കഴിയുമ്പോൾ നമ്മുടെ ഏജിൻ്റെ ക്വസ്റ്റൻസിനകത്തെല്ലാം ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും പറയുന്നത്. ഓക്കെ ആണോ? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ് X വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള റേഷ്യോ 7:5. ഓക്കെ, X + 4 years കഴിയുമ്പോൾ ഉള്ള റേഷ്യോ 4:3. അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ യൂസ് ചെയ്യും? ഇത് X വർഷം കഴിഞ്ഞിട്ടുള്ളത്, ഇത് X + 4 വർഷം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് 4 years അല്ലേ? ഓക്കെ ആണോ? ഇനി നോക്കിക്കോണേ. ഇയാൾക്ക് 4 വയസ്സ് കൂടുമ്പോൾ ഇങ്ങോട്ട് വരും, ഇയാൾക്ക് 4 വയസ്സ് കൂടുമ്പോൾ ഇങ്ങോട്ട് വരും. പക്ഷേ റേഷ്യോയുടെ ഷിഫ്റ്റ് സെയിം ആണോ? അല്ല. അതായത് 4 വർഷം കൂടുമ്പോൾ നമ്പർ ഇൻക്രീസ് ചെയ്യില്ലേണ്ട, ഇവിടെ റെഡ്യൂസ് ആവില്ല ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഏജ് ഡിഫറൻസ് സെയിം അല്ലാത്തതുകൊണ്ടല്ലേ. എപ്പോഴും 2 പേർ ഏജ് ഡിഫറൻസ് ഈക്വൽ ആയിരിക്കത്തില്ലേ? ഇവിടെ എത്ര ഏജ് ഡിഫറൻസ്? 2 പാർട്ട്. ഇവിടെ എത്ര ഏജ് ഡിഫറൻസ്?
ഒരു പാർട്ട്. അത് സെയിം അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഷിഫ്റ്റ് ഈക്വലായിട്ട് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് താഴത്തെ റേഷ്യോ ഒന്ന് ഡബിൾ ആക്കി കൊടുക്കുക. 8:6, 7:5. എത്ര പാട്ട് ആഡ് ആയിട്ടുണ്ട്? ഒരു പാട്ടല്ല ആഡ് ആയിട്ടുള്ളത്. ആ ഒരു പാട്ട് എത്രയായിരിക്കും? 4 years ആയിരിക്കും. ഓക്കെ, നമ്മളിത് റേഷ്യോ പഠിച്ചിട്ടുള്ളതാണ്. ഒരു പാട്ട് എന്താണ്? 4 years. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇഫ് പെർസെൻറ്റേജ് ഓഫ് എ ഈസ് 26, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ബി. എയുടെ പെർസെൻറ്റേജ് 26 ആണെങ്കിൽ ബിയുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഒരു പാട്ട് 4 years ആണെങ്കിൽ എയുടെ ഏജ് എത്രയാണ്? 28. ബിയുടെ ഏജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 20 years. അപ്പോൾ നോക്കി, ഇവർ ഈ പറഞ്ഞ എക്സ് ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏജസ് ആണ് ഈ കിടക്കുന്നത്, 28ഉം 20ഉം. ഇനി പ്രസൻറ്റ് എയുടെ ഏജ് 26 അല്ലേ? പ്രസൻറ്റ് ഏജ് 26 ആണെങ്കിൽ പ്രസൻറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മൾ 2 വർഷം പുറകിലോട്ട് പോകണമെന്നല്ലേ? ഓക്കെ ആണോ? അപ്പോൾ പ്രസൻറ്റ് ഏജ് ഓഫ് ബി എത്രയായിരിക്കും? 18 ആയിരിക്കും. എക്സ് ഇയേഴ്സ് ഹെൻസ് ഉള്ള ഏജസ് ആണ് നമുക്ക് ആ മേളിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, x+4 ഹെൻസ് ആണ് ഈ കിടക്കുന്നത്. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ് ഇയേഴ്സ് ഹെൻസ് ഉള്ള ഏജസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഏജ് പെർസെൻറ്റ് ഏജ് 26 ആണ് അവർ തന്നിരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി എക്സ് ഇയേഴ്സ് ഹെൻസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് ബിയും എക്സ് ഇയേഴ്സ് പുറകിലോട്ട് പോവുക. 18 കിട്ടും ബിയുടെ പെർസെൻറ്റേജ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോവാവേ. ഞാൻ വൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ക്വസ്റ്റിനെല്ലാം പെട്ടെന്ന് വായിച്ചു നോക്കുക. എ ഷോപ്പ് കീപ്പർ മാർക്ക് ആൻ ആർട്ടിക്കിൾ 40% above its കോസ്റ്റ് പ്രൈസ് ആൻഡ് അലൗഡ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. ഒരു ഷോപ്പ് കീപ്പർ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ്. ഒരു ഷോപ്പ് കീപ്പർ 40% എബോവ് മാർക്ക് ചെയ്തിട്ട് 20% ഡിസ്കൗണ്ട് കൊടുത്തു. കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്ക് ചെയ്തത് 140-ലും ഡിസ്കൗണ്ട് 20% കൊടുത്ത്. 20% എന്ന് പറഞ്ഞാൽ 150-ൻ്റെ 20%, 10% 14 20% 28 28 കുറയ്ക്കുമ്പോഴത്തേനും എത്ര ഇടും? 112 കിട്ടും സെല്ലിംഗ് പ്രൈസ്. ഓക്കെ ആണോ? 40% മേളിൽ മാർക്ക് ചെയ്തു, എന്നിട്ട് 20% ഡിസ്കൗണ്ട് കൊടുത്തു. 14-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 28. 140-ൽ നിന്ന് 20 കുറച്ചാൽ 120. 120-ൽ നിന്ന് ഒരു 8 കൂടെ കുറച്ച് കഴിഞ്ഞാൽ 112 കിട്ടും. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഹാഡ് ഹി മാർക്ക് ദ ആർട്ടിക്കിൾ 50% എബോവ് കോസ്റ്റ് പ്രൈസ്. അതായത് ഇയാൾ 40-ക്ക് പകരം 50% എബോവ് മാർക്ക് ചെയ്തിട്ട് 12% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. 150-യുടെ 12% എത്രയായിരിക്കും? 10% 15 2% എത്ര? 1.5-ൻ്റെ ഡബിൾ, അതായത് 3. അപ്പോൾ 15 3 18. 18 ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേനും എത്ര വരും? 140 132 എന്ന് വരത്തില്ലേ? ഓക്കെ ആണോ? അതായത് കോസ്റ്റ് പ്രൈസിൽ 50% മേളിൽ മാർക്ക് ചെയ്തു, എന്നിട്ട് അയാൾ എത്ര ഡിസ്കൗണ്ട് കൊടുക്കും? 12%. 150-ൻ്റെ 12% ഡിസ്കൗണ്ട് കൊടുക്കും. ഓക്കെ, 150-ൻ്റെ 12% കിട്ടാൻ വേണ്ടി ആദ്യം 10% കണ്ടുപിടിക്കുക, 50. പിന്നെ 2% കണ്ടുപിടിക്കണം. 1% 1.5 ആണ്, അപ്പോൾ 2% 3. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. 18 ഡിസ്കൗണ്ടാണ്. 150 ആദ്യം 10 കുറയ്ക്കണം, 140. 140 8 കുറച്ചാൽ 132 കിട്ടും സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒന്നും നമ്മൾ എഴുതരുത്, ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യണം. എന്നാൽ ഈ പറഞ്ഞ ടൈമിനുള്ളിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അറൗണ്ട് ഒരു 10 ക്വസ്റ്റ്യനോളം നമുക്ക് അരിത്തമെറ്റിക്കിനകത്ത് കിട്ടും. ക്ലിയർ? ഇനി അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ സെല്ലിംഗ് പ്രൈസ് വുഡ് ഹാവ് ബീൻ 90 മോർ ദാൻ ദ ഏർലിയർ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പഴയതിനേക്കാളും 90 കൂടുതലായിരിക്കും ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ്. പഴയ സെല്ലിംഗ് പ്രൈസ് 112 പാർട്ടാണ്, ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് 132 പാർട്ടാണ്. എത്ര പാർട്ട് കൂടിയിട്ടുണ്ട്? 20 പാർട്ട് കൂടിയിട്ടില്ലേ? ആ 20 പാർട്ട് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് 130% ഓഫ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ 130% കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ് പ്രൈസിൻ്റെ 130% എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടായിരിക്കും? 100-ൻ്റെ 130%, അതായത് 130. ഓക്കെ, 20 പാർട്ട് കയ്യിലുണ്ട്, 130 പാർട്ടല്ല കണ്ടുപിടിക്കേണ്ടത്. 20 പാർട്ട് 90 ആണെങ്കിൽ, ഓക്കെ, 20 പാർട്ട് 90 ആണെങ്കിൽ 10 പാർട്ട് എത്രയായിരിക്കും? 45 ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ 130 പാർട്ട് എത്രയായിരിക്കും? ഇൻറ്റു 13 ചെയ്താൽ പോരെ? 45-ൻ്റെ 13 ചെയ്യുക. 45-ൻ്റെ 10 450. 45-ൻ്റെ 3 120 15 135. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 585 എന്ന് കിട്ടും ആൻസർ. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമുക്കിവിടെ നേരെ 1 പാർട്ട് കണ്ടുപിടിക്കാം. 1 പാർട്ട് എത്രയായിരിക്കും? 4.5 ആയിരിക്കും. ഓക്കെ, 20 പാർട്ട് 90 ആണെങ്കിൽ ഒരു പാർട്ട് 4.5 ആയിരിക്കും. അങ്ങനെ 130 പാർട്ട് കിട്ടാൻ വേണ്ടി 4.5-ൻ്റെ 130 ചെയ്താൽ പോരെ? 130 × 4 എത്രയാണ്? 130 ഡബിളിൻ്റെ ഡബിൾ 520 പ്ലസ് 130-യുടെ പകുതി എത്രയാണ്? ഹാഫ്. 130-യുടെ പകുതി 65 അല്ലേ?
ആദ്യം എത്ര ഇടും? 585 തന്നെ കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വി വിൽ ഗിവ് ദ റിപ്ലൈ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനകത്തോട്ട് പോവാം. യെസ്, വായിച്ചു നോക്കുക. ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 12 cm and the side of the square is 14 cm less than sum of length and breadth of the rectangle. ഓക്കെ, അതായത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ സമ്മിനേക്കാളും 12 കുറവാണ് ലെങ്ത്ത്. അതുപോലെ തന്നെ ഒരു സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ സമ്മിനേക്കാളും 14 കുറവാണ്. ഇനി പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ 16 മോർ ദാൻ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ദെൻ ഫൈൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. അതായത് റെക്ടാംഗിളിലെ പെരിമീറ്റർ 16 കൂടുതലാണ് പെരിമീറ്ററിനേക്കാളും സ്ക്വയറിൻ്റെ. അങ്ങനെയാണെങ്കിൽ റെക്ടാംഗിളിലെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ അധികം പറയുന്നില്ലേ. അതായത് ഒന്ന്, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്തിനേക്കാളും 12 കുറവാണ് ലെങ്ത്ത്. ഓക്കെ ആണോ? ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഇസ് 12 cm ലെസ് ദാൻ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാംഗിൾ. ലെങ്ത്തിനും ബ്രെഡ്ത്തിനേക്കാളും 12 കുറവാണ് ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, ബ്രെഡ്ത്ത് 12 എന്ന് കിട്ടത്തില്ലേ? ഓക്കെ ആണോ? ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 12 cm ആൻഡ് സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് 14 cm ലെസ് ദാൻ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. ഓക്കെ, അതായത് ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ 12 cm ആണ്. അതായത് റെക്ടാംഗിളിലെ ലെങ്ത് 12 cm ആണ്. ഇനി സ്ക്വയറിൻ്റെ സൈഡ് 14 ലെസ് ദാൻ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഇസ് 12 cm ആൻഡ് ലെങ്ത് ഓഫ് സ്ക്വയർ ഈസ് 14 cm ലെസ് ദാൻ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ. ഓക്കെ, റെക്ടാംഗിളിലെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 12 cm. സൈഡ് ഓഫ് സ്ക്വയർ ഇസ് 14 cm ലെസ് ദാൻ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. ഓക്കെ, ഇനി ഒരു സ്ക്വയർ ഉണ്ടേ. ആ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് റെക്ടാംഗിളിലെ ലെങ്ത്തിനും ബ്രെഡ്ത്തിനേക്കാളും 14 കുറവാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ 16 cm മോർ ദാൻ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുറച്ചധികം കാൽക്കുലേഷൻസ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓപ്ഷൻ ഇട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് നോക്കിക്കോളൂ, ഓപ്ഷനിൽ കിടക്കുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ അല്ലേ. ഓക്കെ, ഇതെല്ലാം ബ്രെഡ്ത്താണ്. ഇനി ലെങ്ത്ത് 12 ആണെന്ന് തന്നിട്ടില്ലേ. ഓക്കെ ആണോ? ലെങ്ത്തിൻ്റെ വാല്യൂ, ഇതെല്ലാം ബ്രെഡ്ത്താണ്. ലെങ്ത്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡ് എത്രയായിരിക്കും? ഇവരുടെ സമ്മിനേക്കാളും 14 കുറവല്ലേ. ഇവരുടെ സമ്മ് എത്ര? 18 ആണ്. 18ൽ നിന്ന് 14 കുറച്ച് എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, ഇനി പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ സ്ക്വയറിൻ്റെ പെരിമീറ്ററിനേക്കാളും 16 കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിൻ്റെ സൈഡ് 4 ആണെങ്കിൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 16 ആയിരിക്കത്തില്ലേ. ഇവരുടെ പെരിമീറ്റർ എത്രയായിരിക്കും? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 16, 12, 6, 18, 18ൻ്റെ ഡബിള് 36 എന്ന് കിട്ടത്തില്ലേ. ഓക്കെ, ഈ പെരിമീറ്ററുള്ള വ്യത്യാസം 14 ആണോ? സോറി, ഈ പെരിമീറ്ററുള്ള വ്യത്യാസം 16 ആണോ? അല്ല, ഇതിനോട് 16 ആണ്. ഇത് 32 എന്നല്ലേ വരിക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ഇത് തെറ്റാണ്. രണ്ടാമത്തെ എടുക്കാം. ലെങ്ത്ത് 12 അല്ലേ. ഇവരുടെ സമ്മ് 22. 22നേക്കാളും 14 കുറവ്. അപ്പോൾ എത്രയായിരിക്കും? 8 ആയിരിക്കും. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 30. ഇവരുടെ പെരിമീറ്റർ എത്രയായിരിക്കും? 22ൻ്റെ ഡബിൾ എത്രയാണ്? 44. ഇവരുടെ വ്യത്യാസം 16 ആണോ? 16 ആണോ? അല്ല. അപ്പോൾ ഇതുമല്ല ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ബ്രെഡ്ത്ത് 8 ആണെങ്കിൽ ലെങ്ത്ത് 12 തന്നെ. ഇവരുടെ സമ്മ് 20 ആണ്. 20നേക്കാളും 14 കുറവ്. 6 ആയിരിക്കും സ്ക്വയറിൻ്റെ സൈഡ്. ഇനി സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 24. ഇവരുടെ പെരിമീറ്റർ എത്ര? 12 8 20. 20ഉം 20ൻ്റെ ഡബിള് 40 അല്ലേ. ഓക്കെ, റെക്റ്റാങ്കിൾ പെരിമീറ്റർ അതിനേക്കാളും 16 കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 16 ആഡ് ചെയ്താൽ 24 10 34 6 40. സ്ക്വയറിനേക്കാളും 16 കൂടുതലല്ലേ റെക്റ്റാങ്കിളിലെ പെരിമീറ്റർ. അപ്പോൾ ഇതാണ് ആൻസർ, 8 cm. ക്ലിയർ ആണോ? നമ്മളിപ്പോൾ ഇത് ഓപ്ഷൻ ഇട്ടാണ് ചെയ്തത്. ഓപ്ഷൻ ഇട്ട് കഴിയുമ്പോൾ ആക്ച്വലി ഇത്രയൊന്നും എഴുതാൻ പാടില്ല. എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ മൈൻഡിൽ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് നമ്മുടെ മൂന്നാം സെഷനിൽ വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.
നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.